എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും ഉള്ളിയും വെച്ചിട്ട് ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ എല്ലായിടത്തേക്കും എത്തത്തക്ക വിധത്തിലൊന്നിങ്ങനെ കറക്കി കൊടുക്കുക. ആ എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളി നോക്കി 15 ഉള്ളിയോളം ഞാനിവിടെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ചെറിയ 4 ഉരുളക്കിഴങ്ങാണ് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത്തിരി വെള്ളം ആ ഉരുളക്കിഴങ്ങൊന്നും വേകാനായിട്ട്. നമ്മൾ അധികം എണ്ണ ചേർക്കുന്നില്ല. തീയെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇനി ഒന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. തുറന്ന് നോക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടി ഒന്ന് നല്ലോണം ഇളക്കാം. പിന്നെ ഇതിനി അടച്ചൊന്നും വയ്ക്കേണ്ട. ഇത് തുറന്നിട്ട് തന്നെ ഒന്ന് നല്ലോണം ഫ്രൈ ആക്കി എടുത്താൽ മതി. ഉരുളക്കിഴങ്ങ് കൂടെ നല്ലോണം വലിഞ്ഞ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു പിടി തേങ്ങയാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി കിടന്ന് ഫ്രൈ ആകട്ടെ. ഇതിലേക്ക് ഇത്തിരി വേപ്പില കൂടെ നമുക്ക് തൂക്കിക്കൊടുക്കാം. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ഉള്ളിയും വെച്ചിട്ടുള്ള ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.